നമസ്കാരം. ജനുവരി 3-ന് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈന്യം വെനിസ്വേലയിൽ ചെന്ന ഇവിടുത്തെ മഡൂരോ എന്ന വെനിസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, തിരികെ US കൊണ്ടുവന്നു. എന്നിട്ട് ട്രംപ് നടത്തിയൊരു വാർത്താ സമ്മേളനം, 1-2 സ്കൈ ന്യൂസ് പോലുള്ള 1-2 ചാനലുകളുമായിട്ട് ട്രംപ് സംവദിക്കുകയുണ്ടായി. എന്ത് ചെയ്താലും ഇരട്ടിയായും 3 ഇരട്ടിയായിട്ടുമൊക്കെ പറയുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഡിസ്കംബുലേറ്റർ എന്നൊരു വാക്ക് താൻ ഇനി ഉപയോഗിക്കില്ല, തനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അധികാരമില്ല, അറിവുണ്ട് എന്നാണ് ട്രംപ് ആ റിപ്പോർട്ടറോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഡിസ്കംബുലേറ്റർ എന്ന പേര് മാത്രമാണ് ഇപ്പോൾ ട്രംപിൻ്റെ വായിൽ നിന്ന് വീണത്. ആ പേരെങ്കിലും വന്നു. എന്താണ് ഈ ഉപകരണം? ഈ ഉപകരണം വെച്ച് എങ്ങനെയാണ് ഹെലികോപ്റ്ററുകളിൽ വെനിസ്വേലയിലേക്ക് ലാൻഡ് ചെയ്ത അമേരിക്കൻ സൈനികർ മഡൂരോയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തത്? എങ്ങനെയായിരുന്നു? ഒന്ന് വിശദീകരിക്കാമോ? ഈ ഡിസ്കോംബുലേറ്റർ എന്നൊരു വാക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയൊരു വാക്കാണ്. പക്ഷേ മിലിറ്ററി സർക്കിളുകളിൽ ഈ വാക്ക് വളരെ നേരത്തെ ഉള്ള ഒരു വാക്കാണ്. ഇതിൻ്റെ അർത്ഥം കൺഫ്യൂസിങ് എന്നുള്ള ഒരു മീനിങ് ആണുള്ളത്. നമുക്കൊരു ഹിന്ദി പേരുണ്ടല്ലോ, ഇന്ത്യക്കൊരു ഹിന്ദി പേര് ഇട്ടിട്ടുണ്ടല്ലേ? ഇന്ത്യക്ക് ഹിന്ദി പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഈ കൺവെൻഷണൽ വെപ്പൺസ് എന്ന് പറയാൻ, നമ്മുടെ തോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, മിസൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഇന്ത്യയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്രോവേവ് വെപ്പൺ ഗൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കാളി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതിനകത്തോട്ട് പോകുന്നില്ല. തൽക്കാലം നമ്മൾ ഡിസ്കോംബുലേറ്ററിൻ്റെ ഒരു തിയറി പോകുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ നമ്മുടെ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ അന്തർദേശീയ രംഗത്ത് ഇത് നമ്മുടെ പ്രചാരണത്തിൽ വരുന്നത് ഹവാന സിൻഡ്രോം എന്നുള്ള പേരിലാണ് തുടങ്ങിയത്. ഹവാന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ക്യൂബയുടെ തലസ്ഥാനമാണ്. ക്യൂബയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുകളെന്ന് നമ്മൾ പറയും. പക്ഷേ ഈ അമേരിക്ക ഡിപ്ലോമാറ്റ്സ് എന്ന് പറഞ്ഞ് വേഷം കെട്ടി വിടുന്നതെല്ലാം അവരുടെ ചാരന്മാർ തന്നെയാണ്, ഏജന്റുമാരും ചാരന്മാരുമാണ്. അവരെയാണ് അവർ സാധാരണ, പ്രത്യേകിച്ച് ക്യൂബയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്പർ 1 സ്പൈസിനെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരിൽ ക്യൂബ ഉപയോഗിച്ച ഒരു ഹ്യൂമൻ വെപ്പണാണ് ഈ പിന്നെ ഹവാന സിൻഡ്രോം ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഛർദിലും ഓക്കാനവും തലയ്ക്ക് അകത്തൊരു മൂളലുണ്ടാവുന്ന രീതിയും ഒക്കെ ചേർത്തിട്ട്, ഇത് ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ഭയങ്കര ശക്തിയിൽ പ്രവഹിക്കുന്നത് കൊണ്ടായിരിക്കണം ഇതുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഈ ഹവാന സിൻഡ്രോം വന്നു, ഇവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചവന്മാരെല്ലാവരും ഏകദേശമൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയുമല്ലോ, ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചെന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നേരെ അമേരിക്കയിൽ കൊണ്ടു. പക്ഷേ അമേരിക്ക അത് കണ്ടുപിടിച്ച് ഏകദേശം ഒരു 10-15 വർഷത്തോളം എടുത്തിട്ട് അവർ അതേപോലത്തെ ഒരു വെപ്പൺ ഉണ്ടാക്കുകയും അതൊരു പലയിടത്തും പരീക്ഷിക്കുകയും ചെയ്തിട്ട് അതൊരു ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞത്, അവരുടെ വിമാനങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ വിമാനങ്ങൾ ട്രേസ് ചെയ്തപ്പോഴത്തേക്ക് അവർ മിസൈലിൻ്റെ ബട്ടൺസ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മിസൈലൊന്നും പൊങ്ങുന്നില്ലായിരുന്നു. അത് കംപ്ലീറ്റ് അവർ ഒരു എന്താ പറയുന്നത്, മൈക്രോവേവും ജാമിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ യുദ്ധ ഫെസിലിറ്റീസുകൾ കംപ്ലീറ്റ് തകർക്കുകയും അത് വെപ്പൺസിനെ, മനുഷ്യരെ തന്നെ ഡിസ്കോംബുലേറ്റർ എന്ന് പറയുന്ന ഒരു രീതിക്ക് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി, അവർക്ക് ഓക്കാനും ഛർദിലും വായിൽ കൂടെ രക്തവും ഒക്കെ വരുന്ന വളരെ മാരകമായിട്ടുള്ള ഒരു വെപ്പണാണ്, ഒരു ജനറ്റിക് വെപ്പണാണ് അത് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് പട്ടാളക്കാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരാക്കി കളഞ്ഞു. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ രാജ്യത്തെ പട്ടാളത്തിനും അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സിനും ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ലോക രാജ്യങ്ങളിൽ ആരാണ് സേഫ് എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ഇന്ന് അദ്ദേഹം ഒരു നീണ്ട പട്ടിക തന്നിട്ടുണ്ട്. കൊളംബിയ അവർ ഡ്രഗ്സ് ചെയ്യുന്നുണ്ട്, അവരെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും. മെക്സിക്കോ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും. കാനഡ ഞങ്ങൾക്ക് വേണം. പിന്നെ ഗ്രീൻലാൻഡ് ഞങ്ങളതാണല്ലോ, അങ്ങനെ അത് ഞങ്ങളതാണ് എന്നുള്ള രീതിക്കാണ് പോകുന്നത്. ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളെ ആയിട്ട് ഒരു വേൾഡ് പോലീസ് എന്നുള്ളതിൽ നിന്ന് മാറി വേൾഡ് റൗഡി രാജ്യമായിട്ട് അമേരിക്ക മാറുമ്പോഴത്തേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അമേരിക്കൻ സാമ്രാജ്യത്തിനെ പറ്റി ഇവിടെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ അമേരിക്ക ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ലെവല് ഇന്ത്യക്ക് പോലും വളരെ സങ്കടം ഉണ്ടാക്കുന്ന 2-3 പ്രാവശ്യം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് ഇന്നലെ ഇറാന് എതിരായിട്ടുള്ളൊരു പ്രമേയം, ഇറാൻ്റെ ഓപ്പറേഷനെതിരായിട്ടുള്ളൊരു പ്രമേയം
UN വന്നപ്പോഴത്തേക്ക് ഇന്ത്യ എതിരിട്ട് നിന്നു. ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്തു നിന്നു. കാര്യം ഇതേപോലെ ഖമനേയെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ നാളെ അത് നരേന്ദ്രമോദിയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയിലോട്ട് പോകും. ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്ത് കാരണത്തിൻ്റെ പുറത്തായാലും ശരി തന്നെ ഒരു രാജ്യത്തിൻ്റെയും ആ ജനങ്ങളുടെയും പരമാധികാരവും അവരുടെ സ്വാതന്ത്ര്യവും നമ്മൾ ഒരു കാരണം പറഞ്ഞ് നമുക്ക് വിലപേശാൻ പറ്റത്തില്ല. അപ്പോൾ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു ഷോക്കായ ഒരു കാര്യമാണ്. കാര്യം ആകെ 7 രാജ്യങ്ങളാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ആ 7 രാജ്യത്തിൽ ഒന്ന് ഇന്ത്യയാണെന്നുള്ളത് അമേരിക്കയെ പോലും ഞെട്ടിച്ച ഒരു വാർത്തയായിട്ട് പുറത്തു വന്നായിരുന്നു. കാരണം ചബഹർ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചു കൊടുത്താണ്. ചബഹാർ മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് 3000 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ആൾക്കാർ ഇന്ത്യൻ സർവകലാശാലയിൽ ചെന്ന് പഠിച്ചു. ഞങ്ങൾ ജ്യോതിഷവും ഗണിതവും ശാസ്ത്രവും സയൻസും ഒക്കെ പഠിച്ചത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് ഇറാൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, ഇന്ത്യക്കാർ പറയുകയാണെങ്കിൽ അവരൊക്കെ കള്ളമാണെന്ന് പറയാൻ പറ്റും. അവർ തന്നെ പറഞ്ഞു 3000 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിനെ നമുക്ക് കുറച്ച് കാണിക്കാൻ സാധിക്കത്തില്ല. ആ സൗഹൃദത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസ്കംബുലേറ്റർ എന്നൊരു വാക്ക്, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. കാരണം അത് അതിഭീകരമായ രക്തരഹിത ഒരു രക്തരഹിതമല്ല, രക്തം പറയുമ്പോൾ രക്തം മറ്റേ ഈ വെടിയുണ്ടകളിലൂടെ വരാതെ മറ്റേ നമ്മുടെ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്ന നമ്മുടെ മാനസിക നില മൊത്തം തയ്യാറാക്കുക എന്നുള്ളൊരു വെടിയുണ്ട ഉതിർക്കാതെ രക്തം ഉണ്ടാക്കുന്ന ഒരു രക്തം ചിന്താതെ ചെയ്യുന്നു. പക്ഷേ അവരെ വായിൽ കൂടെയാണെന്നേ മാത്രമേ ഉള്ളൂ, ശരീരത്തിൽ കൂടെ അല്ല, വായിൽ കൂടെ രക്തം ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയപ്പോൾ അവർ ഏത് ലാഭത്തിലാണ് സ്ഥല ജല ഭ്രാന്തിയൊക്കെ ഉണ്ടായി. മഹാഭാരതത്തിൽ പണ്ടൊരു ഇത് ഉണ്ടായിരുന്നു, നമ്മളെന്താ ഈ ദുര്യോധനന്റെ കൊട്ടാരത്തിൽ സ്ഥലജല ഭ്രാന്തി ഉണ്ടാക്കുന്നു പറഞ്ഞ പോലെ. അതേപോലെ ഈ ആൾക്കാർക്ക് അവർ എവിടെയാണ് നിൽക്കുന്നതെന്നോ എന്ത് ചെയ്യണമെന്നോ അവരെ എന്താണ് ചെയ്യാൻ പോകേണ്ടതെന്നോ ഒന്നും അവർക്കൊന്നും അറിയാത്ത ഒരു പൊട്ടന്മാരാക്കിയിട്ട് ഇവരെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതവിടെ അന്നത്തെ ഹവാനയിൽ നടന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് സ്പൈ ഏജന്റുമാർ CIA നിർദ്ദേശം അനുസരിക്കാനായിട്ട് അവരുടെ എപ്പോഴും മൈക്കുകളും ഇയർ ഫോൺസും എല്ലാം പ്ലഗ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്നത്തെ രാജ്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത്തരം ഒരു റേഡിയോ ഫ്രീക്വൻസി ഈ ഡിസ്കംബുലേറ്റർ പോലുള്ളൊരു യുദ്ധോപകരണം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു റേഡിയോ ഫ്രീക്വൻസി ഡിസ്കംഫോർട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എല്ലാ കൊച്ചു കുട്ടികളടക്കം എല്ലാവരും മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇതിനെല്ലാം ഇത് ഉപയോഗിച്ച് ഈ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഇതിൻ്റെ ഈ റേഡിയോ ഫ്രീക്വൻസി അപകടകരമായ ഫ്രീക്വൻസി അവരെയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് വളരെ വ്യക്തമായ ഒരു പഠനം അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്തരം കൂടുതൽ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത് റഷ്യയും അമേരിക്കയാണ്. പിന്നെ ഇസ്രായേലും മൊസാദിന് വേണ്ടിയിട്ട് ഇത്തരം വെപ്പൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മുടെ ദേഹത്ത് തളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മരിക്കുന്ന രീതിയിലുള്ള കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട്. സോണിക് വെപ്പൺസ് ഒരു ഓപ്പറേഷനിൽ ആദ്യമായിട്ടാണ് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. മറ്റേത് സ്പൈയിങ് ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞിട്ട് അവരുടെ വെനസ്വേലയുടെ യുദ്ധ തന്ത്രങ്ങളെയും യുദ്ധ സിസ്റ്റംസിനെ എല്ലാം അത് നിർവീര്യമാക്കുക എന്ന് പറയാൻ തന്നെ വലിയൊരു അലാമിങ്. ഇലക്ട്രോണിക് വാർഫെയറിനകത്ത് വരുന്നത് അവരെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിനെയും ഇലക്ട്രോണിക് സ്വിച്ചിങ്ങിനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നത്. മിസൈലൊന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതെ, മിസൈൽ പോലും പ്രവർത്തിക്കാതെ ഇപ്പൊ നമ്മളും ഇന്ത്യ ഉപയോഗിക്കുന്ന കാളി എന്ന് പറയുന്ന എക്യുപ്മെന്റിന് ഈ മിസൈലുകളെയും ഡ്രോൺസിനെയൊക്കെ നമുക്ക് നിഷ്പ്രഭമാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഇതുവരെ നമ്മൾ മനുഷ്യ ശരീരത്തിൽ പരീക്ഷിക്കുകയോ അതിന്റെ എഫക്ട് എന്താണെന്ന് കാണുകയോ ഒന്നും ചെയ്തില്ല. മനുഷ്യാവകാശങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ F-35 ഇന്ത്യൻ അതിർത്തി കടന്ന് തിരുവനന്തപുരത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു 40 ദിവസത്തോളം. അപ്പം അതിനകത്ത് അന്താരാഷ്ട്രീയ തലത്തിലൊരു സംസാരമുണ്ട്, ഇന്ത്യ മൈക്രോവേവ് ഗൺ ഉപയോഗിച്ച് അതിനെ തകർത്തതായാണ് എന്നുള്ള ഒരു രീതിക്ക് ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ അതിൻ്റെ പൈലറ്റ് ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തുമാത്രം തീവ്രതയോടെ ഇന്ത്യ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ശത്രുരാഷ്ട്രമല്ല. അപ്പോൾ നമ്മൾ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ ഹാർഡായിട്ട് നമ്മുടെ ബോർഡർ കടന്നു വന്ന ആളെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അത് തന്നെ അവർക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ഏവിയോണിക് സിസ്റ്റം കംപ്ലീറ്റ് തയ്യാറായിട്ട് അത് കംപ്ലീറ്റ് അവർക്ക് മാറ്റേണ്ടി വന്നു. UK ആയതുകൊണ്ട് അമേരിക്ക ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിത് വെടിവെച്ചിടാൻ നമുക്ക് സാധിക്കത്തില്ല.
അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്കിത് സോഫ്റ്റ് മിസൈലായിട്ട് നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ അത് ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ ഉപയോഗിക്കുന്നത് നമ്മളെ എല്ലാ നൈതികതയ്ക്കും വിരുദ്ധമാണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം.